ഇന്നലത്തെ ഒപ്പനയുടെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. താളത്തിൽ പാടിയും ഒപ്പം കൊട്ടിയും മൊഞ്ചത്തിമാർ വേദി കൈയടക്കുന്നത് പതിവാണ്. ഇത്തവണയും അതിന് മാറ്റമില്ല. 63ാമത് സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ആദ്യ ഒപ്പന അവതരിപ്പിച്ച ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കൈകളിലായി മുഞ്ചിടും മൈലാഞ്ചി ഓളമായ ചിത്തിരത്തിൽ കുത്തിടും മൈലാഞ്ചി അപ്പൊ ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് ഈ കലോത്സവ വേദിയിൽ എത്തുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഒപ്പനൊക്കെ പണ്ട് പഠിച്ച ഒപ്പനൊക്കെ ഭയങ്കരമായിട്ട് മറന്നുപോയി. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ഫസ്റ്റത്തെ ഒപ്പന കളിച്ച പാലക്കാട് ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. ആദ്യം മണവാട്ടി, ഭയങ്കര നാണായിരുന്നല്ലോ. എന്താ മണവാട്ടി ആയിട്ടാണ് എത്ര നാണം? പിന്നെ മണവാട്ടിയെ കുറിച്ച് നാണൊക്കെ വേണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തില് ഭയങ്കര എനർജി ആയിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മത്സരം ഭയങ്കര രസമായിരുന്നു കാണാൻ. ഭയങ്കര എനർജി ഉണ്ടായിരുന്നു. എത്ര ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത്? സബ് ജില്ലക്കും ജില്ലക്കും ഒക്കെ ഇതേ ഡാൻസ് ആയിരുന്നു? പാലക്കാട് ഏത് സ്കൂളിനാ? DHSS നെല്ലിപ്പുഴ. ഞാനൊരു പാലക്കാട്ടുകാരിയാണ്. അപ്പൊ എനിക്കിങ്ങനെ നിങ്ങളുടെ മത്സരം കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ടീം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എനർജി ആയിട്ട്. അത് ഫസ്റ്റ് ഒപ്പന നിങ്ങളുടെ ആയിരുന്നല്ലോ. നിങ്ങൾക്ക് കളിക്കുമ്പോ എപ്പോഴും ടെൻഷൻ ഉണ്ടാവുമല്ലോ. നമുക്ക് ഈ പ്രത്യേകിച്ച് ഓർണമെന്റ്സ് അഴിഞ്ഞു പോവോ, അല്ലെങ്കിൽ ടയേർഡ് ആയി പോവോ? രാവിലെ തൊട്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയല്ലേ, അപ്പൊ ടയേർഡ് പോ, അങ്ങനത്തെ കുറെ ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? മൊത്തത്തിലുണ്ട്, പക്ഷെ കളിച്ചോടങ്ങുമ്പോ ഒക്കെ മാറും. കപ്പടിക്കോ? നിങ്ങള് ആദ്യമായിട്ടാണോ ഈ സ്റ്റേറ്റിൽ വരെ എത്തുന്നത്? എങ്ങനെയാണ്? എത്രാമത്തെ തവണയാ സ്റ്റേറ്റിൽ എത്തുന്നത്? രണ്ടാമത്തെ തവണ. ഇതിനു മുമ്പേ ഏത് വർഷത്തിലായിരുന്നു? കഴിഞ്ഞ വർഷം. സ്കൂള് കുറെ വട്ടം സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങള് ടീം കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് വന്ന ആൾക്കാരാ. ഈ സ്കൂള് ഇടക്കിടക്ക് എല്ലാരും ഒരേ ക്ലാസ്സുകാരാണോ? പ്ലസ് 1ഉം പ്ലസ് 2 ഉണ്ട്. ഈ ഒപ്പനയുടെ കളിയുടെ പോലെ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അവരുടെ പാട്ട്. ഈ ഒപ്പന പാട്ട് അത് അതിന്റെ താളത്തിൽ വരുമ്പോഴേ ഉള്ളൂ ആ ഒപ്പന അതിന്റെ കൊട്ട് കിട്ടുക, ഒപ്പം അതിന് സ്റ്റെപ്പ് ഇടാനൊക്കെ പറ്റി. അപ്പൊ അതിന്റെ പാട്ട് പാടിയ ആൾക്കാരാണിത്. എങ്ങനെ ഉണ്ടായിരുന്നു? പാടുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ? എന്തിനാ കുറച്ച് കഴിഞ്ഞപ്പോ ടെൻഷനായേ? അതെന്താ അറിയില്ല, അത് ഇങ്ങനെ തന്നെ അതെല്ലാവർക്കും. പക്ഷെ ഞങ്ങള് എന്താ പറയാ, സബ് ജില്ലയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അതിന്റെ ഒന്നും പരമാവധി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കളി നല്ലതായിരുന്നു. അപ്പൊ ഒരു ഒപ്പന പാട്ട് കൂടി കേട്ടാലോ നമുക്ക്? നല്ല എനർജിയിൽ നിങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്തതിന്റെ ഇരട്ടി എനർജി വേണം. അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും ഈ എനർജിയിൽ ഇങ്ങനെ തന്നെ കിട്ടാൻ നല്ല പ്രതീക്ഷകൾ ഉണ്ടായിരിക്കട്ടെ. ഇനി ഒരുപാട് ടീം പെർഫോം ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കി കാണാം ആർക്കാണ് അർഹതയുള്ള അവർക്ക് കിട്ടട്ടെ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ക്യാമറ പേഴ്സൺ അനുശ്രീക്കൊപ്പം ആഴ്ചത്തിൽ ഷംന, ന്യൂസ് 18. അതാണ് ഷംന. ഒപ്പന കളിച്ചതൊക്കെ ഗംഭീരമായിരുന്നു. അപ്പൊ ഷംനയുടെ കൂടുതൽ വാർത്തകൾ നമുക്ക് കാണാം.